അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം എൻ്റെ അത് സാധ്യമാണ്. പക്ഷേ സർക്കാർ ഉദ്ദേശിക്കുന്നത് മദ്യത്തെക്കാളും വളരെ അപകടം പിടിച്ച മറ്റ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് സ്ത്രീകളുടെ ഇടയിൽ തന്നെ എത്ര വ്യാപകമാണ്. പെൺകുട്ടികൾ എത്രയോ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം അറസ്റ്റിലാവും. മലപ്പുറം ജില്ലയിൽ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് നമ്പർ ഓഫ് ക്രൈംസും കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സാധ്യതയില്ല. പല പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട 3 പ്രധാന പ്രശ്നങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരാണ്. അധ്യാപകരെ എക്യുപ്ഡ് അല്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങാക്കൊല കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ UC കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉറപ്പായിരുന്നില്ല അതിലൊരു ജം ഓഫ് ദി മിനിസ്റ്റർ. നമസ്കാരം. ഇന്ന് നമുക്ക് ചില രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. VD സതീശൻ്റെ മന്ത്രിസഭ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. VD സതീശനെ മേനോൻ സതീശൻ, പൂക്കി സതീശൻ, യൂട്ടേൺ സതീശൻ, ബെക്കാടി സതീശൻ എന്നൊക്കെയുള്ള പല പേരുകൾ ഈ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം നേടി. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവത്തോടുകൂടി ഭരിച്ചിരുന്നതിൽ നിന്ന് മാറി ഒരു ജനാധിപത്യവാദി വന്നപ്പോൾ ജനങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാണോ ഇത്രയും സ്വാതന്ത്ര്യമെടുത്ത് ഇങ്ങനെ പല പല പേരുകൾ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്? കാരണം പഴയ പിണറായി വിജയനായിരുന്നെങ്കിൽ നീ വീട്ടിൽ പോയി പറയേ, അല്ലെങ്കിൽ കടക്ക് പുറത്ത്, അല്ലെങ്കിൽ ഡാഷ് മോൻ എന്നൊക്കെ ചിലപ്പം അങ്ങനെയാണല്ലോ പുള്ളിയുടെ ഒരു സ്റ്റൈൽ. അപ്പം ഒരു ജനങ്ങൾ ഈ ഒരു സ്വാതന്ത്ര്യം, ആ ജനാധിപത്യം ആഘോഷിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പേരുകൾ ഈ സമയത്തിനുള്ളിൽ കിട്ടിയത്. അല്ല, അത് പറഞ്ഞുകൂടാ. ഈ ജനാധിപത്യത്തിൽ ഭരണാധികാരികളെ പരിഹസിക്കാനും കളിയാക്കാനും കമൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളത് ഒരു പരിധിവരെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പല പേരുകളും പരിഹാസദ്യോതകമായിട്ട് CPMകാർ ചാർത്തി കൊടുത്തതാണ്. അവർ ഈ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഭ്രാന്തി അവർക്കുണ്ട്. അവരത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയേക്കാളും മോശക്കാരനാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഒന്ന് ആശ്വസിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, EK നായനാരെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ VS അച്യുതാനന്ദനോ ഒന്നും ആളുകളിങ്ങനെ വട്ടപ്പേര് ഉപയോഗിച്ച് പരാമർശിച്ചിരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിണറായി വിജയനുള്ള സമയത്ത് അദ്ദേഹത്തിന് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ പല പേരുകളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ലാവ്ലിൻ വിജയൻ, പങ്കായം വിജയൻ എന്നൊക്കെ വിളിച്ചിരുന്നല്ലോ. പല സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് പല പേരുകളും പുള്ളിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അത് അടക്കം നോക്കുമ്പോൾ അതൊരു പുതിയ ട്രെൻഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അടുത്ത കാലത്ത് കോൺഗ്രസ്സിലെ തന്നെ VM സുധീരൻ ഒരു മുഖ്യ പ്രതിപക്ഷമാകുമോ എന്ന് തോന്നത്തക്ക വിധത്തിൽ അദ്ദേഹം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു നീണ്ട കത്തെഴുതുകയും പരസ്യമായിട്ട് അതിന് ഒരു VD സതീശനെടുത്ത നിലപാടിന്, അല്ലെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച നിലപാടിന് വിരുദ്ധമായിട്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ പണ്ട് ആരോഗ്യമന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, അങ്ങനെ കോൺഗ്രസ് KPC പ്രസിഡൻ്റായിരുന്നു, അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് അങ്ങനെ ഒരു പറയുന്നു. പിണറായി വിജയൻ പറഞ്ഞ സമയത്ത് ഇതേപോലെ ഒരു വലിയ നേതാവ് PV അൻവർ ഒരു കത്തെഴുതി. എന്നാലും ഒരു കത്തെഴുതി, MLA ആയിരുന്നല്ലോ, LDFിലെ തന്നെ സ്വന്തം മുന്നണിയിലെ. അതെ. പക്ഷെ അന്ന് ആ കത്തെഴുതിയപ്പോഴത്തേക്കും നിലമ്പൂർ ടൗണിൽ ഈ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ അതേ പാർട്ടിക്കാർ കൈയെടുക്കും കാലെടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ജാഥയൊക്കെ നടത്തി, PV അൻവറിൻ്റെ കൈയും കാലും വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജാഥയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ VM സുധീരൻ ഇങ്ങനെ പറഞ്ഞത്, അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയുന്നത്, പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് ആ പാർട്ടിയിലെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ദയനീയ പരാജയം പിണറായി വിജയൻ ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് പറയുന്നു. അല്ല, ഇത് രണ്ട് തരത്തിൽ വിലയിരുത്തപ്പെടേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ VM സുധീരൻ എന്ന് വെച്ചാൽ അദ്ദേഹം KSUവിൻ്റെ നേതാവായിരുന്ന കാലം മുതൽ തന്നെ ഇങ്ങനെ സ്വന്തം പാർട്ടിയിലെയും എതിർ പാർട്ടിയിലെയും ഏത് അനീതിയെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു ഏത് കാര്യത്തെയും ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകാർ പൊതുവെ ആ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു, ആന്റണി മുതൽ ഉമ്മൻചാണ്ടി. പക്ഷെ അവരൊക്കെ പിൽക്കാലത്ത് ഈ
സംവിധാനവുമായിട്ട് പൊരുത്തപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തപ്പോഴും സുധീരൻ ഒരു റിബലായിട്ട് തന്നെ നിന്നു. അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന സമയത്ത് കരുണാകരനെ പോലും പിടികൊടുക്കാതെ കരുണാകരനെ പോലും പല കാര്യങ്ങളും വലച്ച് മുന്നോട്ട് പോയതാണ്. പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ആരെ വേണമെങ്കിൽ മന്ത്രിയാക്കാം, സുധീറിൻ്റെ പേര് മാത്രമേ എന്നോട് പറയരുത് എന്ന് പറഞ്ഞറിയാം. അപ്പം അങ്ങനത്തെ ഒരു നേതാവാണ്. കരിമണലിൻ്റെ കാര്യത്തിൽ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇതേ നിലപാട് സ്വീകരിച്ചു. മദ്യത്തിൻ്റെ കാര്യത്തിലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലുമൊക്കെ സുധീറിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. സുധീരൻ അത് പറയുകയും ചെയ്യും. അത് ഇടതുപക്ഷ ഭരണം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാലും ആരും അത് ഗൗനിക്കില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ വലതുപക്ഷ ഭരണം കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കും. അത് പലപ്പോഴും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ താല്പര്യത്തിന് വിപരീതമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ബാർക്കോഴ വിവാദം ഉണ്ടാകുന്നത്. ബാർക്കോഴയിൽ സുധീരൻ സ്വീകരിച്ച നിലപാടാണ് സത്യത്തിൽ UDFനെ തോൽപ്പിച്ചതെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. സുധീരനെടുത്ത നിലപാട് ശരിയാണ്, പക്ഷേ അത് കോൺഗ്രസിനെയും ആ ഭരണത്തെ വല്ലാതെ എക്സ്പോസ് ചെയ്തു എന്നുള്ളതാണ് അതിൽ പറ്റിയൊരു അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴുള്ളൊരു അപകടം. അത് പരാജയത്തിലേക്ക് ഉള്ള വഴി തെളിച്ചു എന്ന് മാത്രമല്ല, പരാജയം വളരെ ദയനീയമാക്കി തീർക്കിച്ചു. അതാണ് സുധീരൻ ചെയ്തത്. അൻവറിനും സുധീരനും തമ്മിൽ താരതമ്യമില്ല. അൻവർ അങ്ങനത്തെ ഒരാളെ അല്ല. അൻവർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന അൻവർ പിന്നീട് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ്സായി നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ട് പുള്ളി ഒരു മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറി. പിണറായി വിജയൻ്റെ ഒരു അടുത്ത ആളായിട്ട് മാറി. പിന്നെ പുള്ളി ആ നിലയിൽ നിന്നുകൊണ്ട് പിണറായിയേക്കാൾ വലിയ പിണറായി ഭക്തനായിട്ട് മാറി. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ ആൾ അൻവർ. പക്ഷെ പെട്ടെന്നൊരു ദിവസം അൻവർ ഒരു വിരുദ്ധനായിട്ട് മാറുകയും പിണറായി വിജയനെ വെല്ലുവിളിക്കും, പിണറായി വിജയനും മരുമകനും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോയി. അപ്പോൾ അതോടുകൂടിയിട്ട് സംഗതി അത് വലിയ സ്ഥലജല വിഭ്രാന്തി ഉണ്ടായി. സത്യത്തിൽ ആ സുധീരൻ UDFന് ചെയ്ത പോലത്തെ ഒരു ഡാമേജ് അൻവർ ചെയ്തു. വേറെ രീതിയിൽ അൻവർ ചെയ്തത് ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ കരിമണൽ പോലെയുള്ള വിഷയങ്ങളിലല്ല, നേരെ മറിച്ച് ഈ പോലീസിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. കേരളത്തിലെ പോലീസ് സംഘി പോലീസാണ് എന്ന് പറഞ്ഞ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റുമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ പോയ കാര്യം, അവർ പറഞ്ഞിട്ട് ആളുകൾ വിശ്വസിക്കാഞ്ഞ കാര്യം അൻവർ പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിച്ചു. അതാണ് അൻവർ ചെയ്ത ഏറ്റവും വലിയ ഡാമേജ്. അത് ഇന്നും ഈ സമയം വരെ കരകയറാനായിട്ട് LDFനോ CPMനോ പിണറായി വിജയനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ ഭരണത്തെ നിയന്ത്രിക്കുന്ന RSS ആണ് അല്ലെങ്കിൽ സംഘപരിവാറാണ് എന്ന ഒരു നറേറ്റീവ് ഈ മീഡിയ വൺ ചാനലുകാരും അവർ ദാവൂദും മറ്റുമൊക്കെ കുറേ നാളായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അൻവർ പെട്ടെന്ന് വെളിച്ചപ്പെട്ട് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ശരിയാണ് എന്നൊരു തോന്നൽ ലീഗുകാരുടെ ഇടയിലല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഇടയിലല്ല, LDFകാരുടെ ഇടയിൽ തന്നെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അത് പുറമേക്ക് പറഞ്ഞില്ലെങ്കിലും ആളുകൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇതായിട്ട് മാറിയത്. മലബാർ ഭാഗത്തൊക്കെ മുസ്ലിം വോട്ടുകൾ ഒന്നുപോലും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നില്ല. അത്ര വലിയൊരു പരാജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ അൻവറിൻ്റെ കൂറുമാറ്റമായിരുന്നു. അൻവർ പാളയം മാറിയതാണ്. അതെ, വെള്ളാപ്പള്ളി നടേശന് മുസ്ലിം സമുദായത്തെ എതിരെ ചില കാര്യങ്ങൾ പറഞ്ഞതും പിണറായി വിജയൻ്റെ ഉടൽ കാർ അവർ തമ്മിൽ അത്ര അടുപ്പമാണെന്ന് കാണിച്ചിട്ട് മുസ്ലിം ഇതിനെ പറഞ്ഞപ്പോൾ അതും ഒരു അത് കൂടുതലായിട്ട് ഫലവത്തായി. അതിന് മുമ്പ് തന്നെ ഈ അന്തരീക്ഷം ഉണ്ടാക്കിയത് അൻവറാണ്. അതിൻ്റെ പുറത്താണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതും വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം കയറ്റുന്നതും വെള്ളാപ്പള്ളി നടേശൻ്റെ വാമൊഴി വഴക്കെ കൊണ്ട് പുള്ളി അങ്ങനെയാണ്. വെള്ളാപ്പള്ളി നടേശൻ വെറുതെ ലീഗിനെയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോ കുറ്റപ്പെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല LDFനെ സംബന്ധിച്ചിടത്തോളം. പണ്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശൻ എത്ര കൊല്ലമായിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് പുള്ളി പറയും. ഒരു മാൻ ഹോളിൽ വീണ് ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ അത് പറഞ്ഞിട്ടുണ്ടോ, മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം എന്ന് പറയുമ്പോൾ ഇതുപോലെ വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അതൊന്നും ഗവനിച്ചില്ല. പക്ഷേ അന്ന് LDF ഇദ്ദേഹത്തെ സ്പോൺസർ ചെയ്തില്ല. LDF UDF ഒരുപോലെ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തുകയും വെള്ളാപ്പള്ളി നടേശൻ്റെ BJPക്കാർ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് BDJS ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ മറിച്ച് ഈ BJPയുടെയും അല്ലെങ്കിൽ BDJSൻ്റെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പെട്ടെന്ന് പിണറായി വിജയനെടുത്ത് ഒക്കത്ത് വയ്ക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ പെട്ടെന്നൊരു അമ്പരപ്പുണ്ടാവില്ല. അത് സാക്ഷാൽ CPMകാരുടെ ഇടയിൽ പോലും വലിയ അമ്പരപ്പുണ്ടാക്കിയൊരു സംഭവമാണ്. എന്തിനു വേണ്ടിയിട്ട് പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ കാറിൽ ഭാര്യ പോലും കയറാൻ താല്പര്യമില്ലാത്തതാണ്. അങ്ങനെ ഒരാൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം കയറ്റിയെന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പം, അത് അൻവറുണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പുറത്താണ് ഇതുകൂടി വരുന്നതെന്നുള്ളതാണ്. അത് ഈ പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ചില
സിനിമകൾക്കൊക്കെ ടാക്സ് ഫ്രീ ആക്കും. കോർപ്പറേഷൻ ടാക്സ് ഫ്രീ. സിനിമകൾക്ക് അതെ, എല്ലാവരും വന്ന് ഇത് സിനിമ കണ്ടോട്ടെ, നല്ല സിനിമയാണ് എല്ലാവരും കണ്ടോട്ടെ എന്നുള്ളതാണല്ലോ ആ ടാക്സ് ഫ്രീ ആക്കുന്നതിൻ്റെ ഒരു സന്ദേശം. അപ്പോൾ അതുപോലെ ഈ വീര്യം കുറഞ്ഞ മദ്യം, ബക്കാടി, അത് ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾ കുറച്ചുകൂടി ജിന്ന് അല്ലെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യമാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. പുരുഷന്മാർ കുറച്ചുകൂടെ വീര്യം കൂടിയ സാധനം ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്നത് റമ്മാണ്. കേരളത്തിൽ ഏറ്റവും ചിലവാകുന്ന അതെ മദ്യം റമ്മാണ്, ബ്രാൻഡിയാണ്. രണ്ടുമാണ് പ്രധാനമായിട്ടും വിറ്റുപോകും. അതെ അതെ അതെ. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പം നമ്മൾ ബസ്സിൽ സൗജന്യ യാത്ര അങ്ങനെ ആകുമ്പോഴത്തേനും കുറച്ചുകൂടി ടാക്സ് ഒക്കെ കുറച്ച് ഈ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കുറച്ചുകൂടി ടാക്സ് കൺസെഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടുതൽ കുടിക്കട്ടെ എന്നുള്ള ഒരു സന്ദേശം ആണോ അതിൻ്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ അത് ഒരു കുഴപ്പമുള്ള കാര്യമില്ല. എല്ലാവർക്കും കുടിച്ചോട്ടെ, അത്രയും പൈസ കളയണ്ട, അങ്ങനെയാകാമല്ലോ. അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം എൻ്റെ അത് സാധ്യമാണ്. പക്ഷേ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കാൻ സാധ്യതയുള്ളത്, ഈ വീര്യം കൂടിയ മദ്യം കഴിച്ച് ശീലിച്ചു പോയ ആളുകൾ വീര്യം കുറഞ്ഞത് കഴിക്കുകയാണെങ്കിൽ അവരുടെ കരളിലുണ്ടാകുന്ന ഡാമേജ് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇതൊക്കെ സർക്കാരിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകാത്ത പല സാധ്യതകളും അതിനകത്ത്. ഇപ്പോൾ ബാറിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തതിനു ശേഷം അത് ബിയർ ആൻഡ് വൈൻ ആയിട്ട് മാറ്റി. അതുകൊണ്ട് വല്ല വിശേഷമുണ്ടോ? ഈ ബ്രാൻഡ് കുടിച്ച് അല്ലെങ്കിൽ റം കുടിച്ച് ശീലിച്ച ആളുകൾ ആരെങ്കിലും ബിയർ കുടിച്ച് സംതൃപ്തരാകുമെന്ന് നമുക്കറിയില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് കുറഞ്ഞ മദ്യം വ്യാപകമാക്കി കഴിഞ്ഞാൽ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടിയത് കഴിക്കുന്നത് കുറച്ചിട്ട് അല്ലെങ്കിൽ നിർത്തിയിട്ട് ഇത് കഴിക്കും എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇത് കുടിച്ച് ശീലിക്കുന്നതാണ്. ഇപ്പോൾ ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാഗിൻ്റെ അകത്ത് ചാരായം കൊണ്ടുവന്നോ അതൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ വീര്യം കുറഞ്ഞ മദ്യം അല്ലെങ്കിൽ മദ്യത്തിലേക്ക് മനുഷ്യർ മാറുകയാണെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗം കുറയുമെന്നുള്ള ഒരു ന്യായീകരണവും കേൾക്കാറുണ്ട്. അതൊന്നും ഫലവത്താവുന്ന എനിക്ക് തോന്നുന്നില്ല. ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർ മദ്യത്തിൻ്റെ അടിമകളല്ല, മദ്യത്തെക്കാളും വളരെ അപകടം പിടിച്ച മറ്റു സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് സ്ത്രീകളുടെ ഇടയിൽ തന്നെ എത്ര വ്യാപകമാണ്. പെൺകുട്ടികൾ എത്രയോ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം അറസ്റ്റിലാവുന്നവരുടെ പേരെ നമ്മൾ കാണുന്നത്, അറസ്റ്റിലാവാത്തവരുണ്ട്. അത് കാരിയേഴ്സൊക്കെയാണ് പോലീസ് പിടിക്കുന്നത്. ഉപയോഗിക്കുന്നവർ പിടിക്കുന്നില്ല. ഏറ്റവും അധികം ഈ തൂഫാൻ എന്ന് പറയുന്ന ഈ ലഹരിയിൽ ഏറ്റവും അധികം പ്രതികളെ അല്ലെങ്കിൽ ഈ ലഹരി കേസുകളായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം അറസ്റ്റ്. എന്തുകൊണ്ടായിരിക്കും ഈ മലപ്പുറം ജില്ലയിൽ ഇത്രയധികം ലഹരി ഉപയോഗം ഉണ്ടാകാൻ കാരണം? നേരത്തെ എല്ലാവരും പറഞ്ഞു കേട്ടിരുന്നത് എറണാകുളത്താണ്, കൊച്ചിയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസീവ് ഒരു ലഹരി ക്യാമ്പയിൻ നടത്തിയപ്പോൾ മലപ്പുറത്താണ് ഏറ്റവും അധികം അറസ്റ്റ്. ചിലർക്ക് പറയാം അവിടുത്തെ മലപ്പുറത്തെ പോലീസ് കുറച്ചുകൂടെ കാര്യക്ഷമമായതുകൊണ്ടും വിജിലൻ്റ് ആയതുകൊണ്ടും പിന്നെ മലപ്പുറത്തുള്ള ആളുകൾ തന്നെ ഇൻഫർമേഷൻ കൊടുത്തുമൊക്കെ അവിടുത്തെ ആളുകളെ പിടിപ്പിച്ചു. ഇവിടെ നമുക്ക് മലപ്പുറത്ത് ലഹരി വേണ്ട എന്ന് അവിടുത്തെ സമൂഹം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ പോലീസിനെ ഹെൽപ്പ് ചെയ്തിട്ട് ആണെന്നുള്ളൊരു കാര്യമാകാം. കൊച്ചിയിൽ പക്ഷേ ഇവിടെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തല പോകുമെന്നുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കില്ല. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മലപ്പുറം ജില്ലയിൽ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് നമ്പർ ഓഫ് ക്രൈംസും കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ക്രൈം റേറ്റ് കുറവുള്ള എനിക്ക് കൂടുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ആളില്ല, അല്ല, ജനസാന്ദ്രത കുറവാണ്. ജനം കുറവായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. പിന്നെ പത്തനംതിട്ട ജില്ലക്കാർ പൊതുവെ അങ്ങനെ വഴക്കിനും വക്കാടത്തിനും സിന്ദാബാദിനും. പക്ഷേ ലഹരിയുടെ കാര്യത്തിൽ കണ്ണൂർ റൂറൽ ഏരിയയിലാണ് ഏറ്റവും കുറച്ച് അറസ്റ്റുകളും കേസുകളും ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരാണ് ഞാൻ പറയുന്നത്. അല്ല, പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ ക്രൈം റേറ്റ് കുറയുന്നതിൻ്റെ ഒരു കാരണം ജനപ്പെരുപ്പം ഇല്ല, അല്ലെങ്കിൽ ജനസാന്ദ്രത കുറവാണ്, അല്ലെങ്കിൽ ജനപ്പെരുപ്പത്തിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലാണ് ജനസാന്ദ്രത കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ടും കുറ്റകൃത്യങ്ങൾ കൂടുതലായിട്ട് വരും. അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഈ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന് ഏറ്റവും അധികം ഉണ്ടാക്കുന്നത്, ഇപ്പോൾ കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. എല്ലാവർക്കും കുറവുള്ള കാര്യമാണല്ലോ, മലപ്പുറം ജില്ലയിലല്ല. ഇടുക്കി ജില്ലയിൽ പക്ഷേ അറസ്റ്റ് കുറവാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിൽ മിക്കവാറും എല്ലാ കഞ്ചാവ് തോട്ടങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക്
ഷെയർ എന്നുള്ളതുകൊണ്ട് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ഉദ്യോഗസ്ഥർക്കുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും പാസീവായിരിക്കും. ഇനി ആരെങ്കിലും വല്ല തമിഴന്മാരോ വല്ല 2 ഗ്രാം കഞ്ചാവായിട്ട് പോയാൽ അവനെ അറസ്റ്റ് ചെയ്യും, നമ്പർ എത്തിക്കാൻ പറ്റി. അതായിരിക്കും ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും. അപ്പോൾ പോലീസുകാർക്ക് ഏറ്റവും പോസ്റ്റിംഗ് കിട്ടാൻ താല്പര്യമുള്ള ചില പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഈ കള്ളവാറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് ഒക്കെ വ്യാപകമായിട്ടുള്ള സ്ഥലങ്ങളാണ്. കോതമംഗലം, പെരുമ്പാവൂർ. അതെ, പെരുമ്പാവൂർന്നല്ലേ 18 കോടിയുടെ എന്തോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറയുന്നു. അത് പെരുമ്പാവൂർക്കാരുണ്ടാക്കുന്ന കഞ്ചാവല്ല, എറണാകുളംകാർ അല്ല ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരു പ്രധാന സെന്ററാണല്ലോ. അതുകൊണ്ടാണ് വഴിയാണ്. പണ്ട് തൊട്ട് പോലീസുകാരുടെ ഏറ്റവും പിടിവലിയുള്ള പോസ്റ്റ് എന്ന് വെച്ചാൽ പെരുമ്പാവൂർ DYSP-യുടെയാണ്. നമ്മുടെ ഹരികൃഷ്ണനെ എടുത്തിരുന്ന് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കുന്നത്. ഈ VD സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ 2031 ആകുമ്പോഴത്തേക്കും കേരളം എന്തൊക്കെ നേടണം, എവിടെ എത്തണം എന്നുള്ള ഒരു സംവാദം, അതായത് കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് വിഷൻ 2031. അപ്പോൾ 5 വർഷം കൊണ്ട് നേടുന്നതിൽ ഒരു പ്രധാന കാര്യം കേരളത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി പല ചർച്ചകളൊക്കെ നടന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ഹബ്ബാക്കണമെങ്കിൽ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കോഴ്സുകൾ ഇങ്ങോട്ട് വരണം. ഇപ്പോൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇപ്പോഴത്തെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അതെ ആളുകൾക്ക് അതുകൊണ്ട് വലിയ കാര്യമില്ലാത്തൊരു അവസ്ഥയായേക്കാം. പോളിമർ കെമിസ്ട്രി പഠിച്ച പോലെ. അതെ, അങ്ങനെയുള്ളൂ. ഒരു സമയത്ത് പോളിമർ കെമിസ്ട്രി എന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിട്ട് ആൾക്കാർ. അതെ, പോളിമർ കെമിസ്ട്രി പ്ലാസ്റ്റിക് ഉണ്ടാക്കാനുള്ള രാസവിദ്യയാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് തന്നെ തെറ്റാണെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ആൾക്കാർ പോളിമർ കെമിസ്ട്രി പഠിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ NCERT പുസ്തകം പുതുക്കാൻ പാടില്ല, റിവൈസ് ചെയ്യാൻ പാടില്ല, നേരത്തെ എങ്ങനെയാണോ പുസ്തകം അതുപോലെ തന്നെ വേണമെന്ന് പറയുന്നവർ കേരളത്തിലുണ്ട്. അതുപോലെ PM ശ്രീ നടപ്പാക്കാൻ പാടില്ല. അതേസമയം ഇപ്പോഴും ഈ സർക്കാരും VD സതീശൻ്റെ സർക്കാരും പറയുന്നത് മറ്റേ LDF ഒപ്പിട്ടു, 100 കോടിയുടെ അടുത്ത് അവർ വാങ്ങിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ എന്തിനാ ഈ പേടിക്കുന്ന ഒരു പുതിയ ഓപ്പൺനെസ്? പല പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട 3 പ്രധാന പ്രശ്നങ്ങൾ നമുക്ക് ചോദിക്കണം. ഒന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്ന ആളുകളും അവരുടെ അപ്പുറം നിൽക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ബുദ്ധി ഉപദേശകർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, സോക്കോൾഡ് വിചക്ഷണന്മാർ, അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഒന്ന്. രണ്ടാമത്, എന്ത് പുതിയ പരിഷ്കാരം കൊണ്ടുവന്നാലും ഈ പള്ളിയിലെ അച്ഛന്മാരും അല്ലെങ്കിൽ മുല്ലാക്കന്മാരും മുക്രിമാരും അങ്ങനെയുള്ള ആൾക്കാരും വിമർശിക്കും. ഇപ്പോൾ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ തീർന്നു. അപ്പോൾ അത് ഭരണത്ത് വെച്ചു. അത് കഴിഞ്ഞ് സ്കൂളിലെ ഈ ക്ലാസ് അവേഴ്സ് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോഴും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. ഇവർ ബഹളം കൂട്ടി. അപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ ഓപ്പോസിഷൻ്റെ കഴിയുമ്പോൾ ഇവർ വിജയകരമായിട്ട് പിന്മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ മതമില്ലാത്ത ജീവൻ എന്ന പാഠം മാത്രം നോക്കിയാൽ മതി, ആർക്കും ഒരു ഇതിലുള്ള കാര്യമല്ല. അതിനെതിരെ ഉണ്ടായ കലാപം, അതുപോലെയുള്ള സംഭവങ്ങൾ, അത് ഒരു ഭാഗത്ത് ഈ മത മേലധ്യക്ഷന്മാരും സമുദായ നേതാക്കന്മാരും ചന്ദ്രഹാസം കൊടുക്കും. അപ്പോൾ കുഞ്ഞാലി വരക്കാരുടെ ചരിത്രമാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ സാമൂരിപ്പാടിൻ്റെ അല്ല എന്ന് കുറേ പേര് പറയും. സാമൂരിപ്പാടിനെയാണ് പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോസ് അച്ഛനാണെന്ന് കുറേ പേര് പറയും, അല്ലെങ്കിൽ നാരായണഗുരു ആണെന്ന് വേറെ കുറേ പേര് പറയും. മത്തി തങ്ങളാണെന്ന് മൂന്നാമതൊരാൾ പറയും. അപ്പോൾ ഇതൊക്കെ അയലാണോ മത്തിയാണോ എന്ന് അറിയാൻ പാടാത്ത കുറേ ആൾക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ വക ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള ആംഗിൾ വേറെ ഭാഗത്ത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരാണ്. അധ്യാപകർ എക്യുപ്ഡ് അല്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങാക്കൊല്ലം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ UC കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ സ്ഥിരം ഒരു അധ്യാപകൻ, പേര് പറയേണ്ട ശരിയല്ല, മരിച്ചുപോയി. നല്ല നല്ല മനുഷ്യനായിരുന്നു. ഇദ്ദേഹം കോളേജിൽ തുടങ്ങിയ കാലം തൊട്ട്, അല്ലെങ്കിൽ UC കോളേജിൽ MA ഹിസ്റ്ററി തുടങ്ങിയ കാലം തൊട്ട് അദ്ദേഹം ഹിസ്റ്ററി ഓഫ് മുഗൾസാണ് പഠിപ്പിച്ചത്. മുഗൾസ് ആൻഡ് മറാത്താസ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അതൊക്കെ പണ്ടേ ഔട്ട്ഡേറ്റഡായി പോയ സാധനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒക്കെ അപ്രസക്തമായി. അന്ന് തന്നെ യാതൊരു റെലവൻസും ഇല്ല. ഇദ്ദേഹം മുഗൾസാണ് പഠിപ്പിച്ചത്.
അങ്ങനെ ഇരിക്കുമ്പോൾ MG യൂണിവേഴ്സിറ്റി മൊത്തം കരിക്കുലവും സിലബസും ഒക്കെ മാറ്റി കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തോട് അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വളരെ അപ്പോളജറ്റിക്കായിട്ട് പറഞ്ഞു, സാറേ കരിക്കുലവും സിലബസൊക്കെ ആകെ മാറുകയാണ്. അപ്പോൾ ഈ മുഗൾസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കരീം സാർ സിലബസ് മാറിയാൽ എന്നാ കരീം സാർ ഈ ബാബറിൻ്റെ അപ്പൻ്റെ പേര് മാറത്തില്ലല്ലോ. പറഞ്ഞു മനസ്സിലായി. ഇതാണ് ചിന്താഗതി. സിലബസ് മാറിയാലും കരിക്കുലം മാറിയാലും പുള്ളിക്ക് പ്രശ്നമില്ല. കാരണം ബാബറിൻ്റെ പേരോ പുള്ളി അപ്പൻ്റെ പേരോ മാറാൻ പോകുന്നില്ല. ഇതാണ് അധ്യാപകരുടെ ചിന്താഗതി. ഇപ്പോൾ ഈ 3 കൊല്ലത്തെ ഡിഗ്രി കോഴ്സ് 4 കൊല്ലമാക്കി വല്ല വിശേഷമുണ്ട്. ഓട്ടോണമസ് കോളേജ് വന്നു, വല്ല മാറ്റം ഉണ്ടായോ? ഇല്ല. ഞാൻ പറഞ്ഞ നിലവാരത്തിൽ മാറ്റം വരുന്നില്ല, അധ്യയന നിലവാരത്തിൽ മാറ്റം വരുന്നില്ല, കുട്ടികളുടെ ലൈബ്രറി ഉപയോഗിക്കുന്നതിന് മാറ്റം വരുന്നില്ല, പുതിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല. ഇതാണ് പ്രശ്നം. ഇതിനൊരു മാറ്റം നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക്, ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അവർ ഇതെല്ലാം മാറ്റിമറിക്കും, പുതു യുഗം കൊണ്ടുവരും, അങ്ങനെ ബാക്കി പുറത്തുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇവിടെ വന്ന് പഠിക്കത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ. അതുപോലെ പുതിയ കോഴ്സുകൾ ലോകത്ത് എവിടെയാണ് ഏറ്റവും ഉള്ളത്, സിലബസുകൾ ഇങ്ങനെ അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും നല്ല ഈ പറഞ്ഞ വിവരമുള്ളവരായിരിക്കും വൈസ് ചാൻസലർമാരും പ്രിൻസിപ്പൽമാരും എന്നൊക്കെ ആയിരിക്കും, എന്നാലേ നടക്കുകയുള്ളൂ. അതെ. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലോ ഇവിടുത്തെ സംവിധാനത്തിലും നടക്കില്ല. നമ്മൾ തമ്മിൽ സത്യസന്ധമായിട്ട് പറയും. അതെ, നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റണമെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ. മനുഷ്യൻ ആഗ്രഹമാവും, അത്യാഗ്രഹമാവും, പക്ഷെ ദുരാഗ്രഹം പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത്യാഗ്രഹമാണെന്ന് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നടപ്പാക്കുന്ന യൂണിവേഴ്സിറ്റികളും സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ സർവകലാശാലകളുമായിട്ട് ടൈഅപ്പിൽ പോകുന്ന സ്ഥാപനങ്ങൾ. ഞാൻ റഷ്യയിൽ പോയപ്പോൾ മോസ്കോയിലെ ലുമുംബൈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് ലുമുംബൈയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ അങ്ങനെ എന്തോ ആണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇടക്കാലത്ത് 4 കൊല്ലത്തെ ഡിഗ്രി കോഴ്സ്. ഇപ്പോൾ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് ഇവർ ടൈപ്പാണ്. 3 കൊല്ലം അവർ മോസ്കോയിൽ പഠിക്കും, 4ാമത്തെ കൊല്ലം ഫ്രാൻസിൽ പോയി പഠിക്കും. അവിടെ നിന്നുള്ള കുട്ടികൾ ഇവിടെ വരും. അപ്പം ഈ സിലബസ് ഒന്നാണ് പഠിപ്പിക്കുന്ന, അവിടുത്തെ സിലബസ് ഇവിടെ പഠിപ്പിക്കും, ഇവിടുത്തെ സാധനങ്ങൾ അവിടെ പഠിപ്പിക്കും. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. ഇവിടെ അതിനൊക്കെ വല്ല സംവിധാനമുണ്ട്. ഒന്ന് ആലോചിക്കുക, നടപ്പാക്കാവുന്ന കാര്യമാണ്. 3 കൊല്ലം ഇവിടെ പഠിക്കുന്നു, 1 കൊല്ലം വിദേശത്ത്. ഇവിടെയും ചില സമയത്ത് ഈ ട്വിന്നിങ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചു ഒന്നും നടപ്പായിട്ട് നീങ്ങുന്നില്ല. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഇത് പല കാര്യങ്ങളും ആലോചനയിലുണ്ടായിരുന്നുള്ള രീതിയിൽ, പക്ഷെ ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ല. ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിലും അവിടെ എഡ്യൂക്കേഷൻ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഏരിയ, ഫോറിൻ ക്യാമ്പസുകളും വലിയ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ അവിടെ വരുന്നു. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ അവിടെ പോയി, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ദുബായിൽ പോയി പഠിക്കുന്നു. കാരണം പക്ഷേ ഡിഗ്രി ആ വലിയ US-ലെയോ UK-ലെയോ യൂണിവേഴ്സിറ്റികളുടെ കിട്ടുന്നു. അപ്പോൾ അവിടെ അത്രയും ചൂടുള്ള ഒരു സ്ഥലത്ത് അവരൊക്കെ ചെയ്യാമെങ്കിൽ നല്ല ക്ലൈമറ്റുള്ള കേരളത്തിൽ പണ്ടുകാലം മുതലേ എഡ്യൂക്കേഷനും പ്രിൻറ്റിങ്ങും പത്രവും ഒക്കെ ഉള്ള നമ്മുടെ ഇവിടെ ഇതൊക്കെ പണ്ടേ ചെയ്യാമായിരുന്നൊരു കാര്യമല്ലേ? അല്ല, അത് ആ രീതിയിലുള്ളൊരു ഓറിയൻറ്റേഷൻ ഉണ്ടായില്ല. വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ വരുന്നത് മിക്കവാറും സ്ഥാപിത താല്പര്യക്കാരുടെ പ്രതിനിധികളായി. 4 സൂപ്പി. ഞാൻ സൂപ്പിയെ മോശക്കാരനൊക്കെ പറയാം. MA ബേബി വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബഷീർ ET മുഹമ്മദ് കുറച്ചുകൂടി ഭാവനാശാലിയായിരുന്നു, കുറച്ചുകൂടി ഫോർമൽ എഡ്യൂക്കേഷനിൽ. അബ്ദുറബ്ബ് ഉറപ്പായിരുന്നില്ല, അതിലൊരു ജം ഓഫ് ദി മിനിസ്റ്റർ അബ്ദുറബ്ബ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ പിന്നെ ഇതൊക്കെ ശിവൻകുട്ടി എണ്ണപ്പെട്ട ആളുകളാണല്ലോ. ബിന്ദു ഉന്നത വിദ്യാഭ്യാസത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രതിഭാശാലികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ അറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾക്കും അറിയില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പരിണത ഇത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ VD സതീശന് ഈ 2031 വിഷനെ പറ്റി പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. കതറിട്ട് നടന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനാവില്ല. അതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാഷ്ട്രീയം പറഞ്ഞു കിടന്നാലും രാഷ്ട്രീയക്കാരനാവില്ല. ഒരു രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം.
അങ്ങനെ അതിനുവേണ്ടി സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഒരു കമ്പാഷൻ, എമ്പതി ഇതൊക്കെ ഉണ്ടാവണം മനുഷ്യരോട്, സാധാരണ മനുഷ്യരോട്. എന്നാലാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാകുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കും അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടോ? ഒരാൾക്ക് പോലും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കെ എ തുളസി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, പാലക്കാട് മന്ത്രിയുണ്ട്. അവർക്ക് തോന്നും എന്ന് സാറ് തോന്നുന്നു. പോട്ടെ, ബിന്ദു കൃഷ്ണയ്ക്ക് തോന്നും എന്ന് തോന്നുന്നു. അതിലേക്ക് പി കെ ബഷീറിന് തോന്നും എന്ന് തോന്നുന്നുണ്ടോ? അത് തോന്നാനൊരു സാധ്യതയില്ല. അവരൊക്കെ ഓതിയ കിതാബിലെ ഓതുള്ളൂ എന്ന് പറഞ്ഞ പോലെയുള്ള ആളുകളാണ്. മിക്കവാറും മന്ത്രിമാർക്ക് തോന്നുകയില്ല. സണ്ണി ജോസഫിന് തോന്നും എന്ന് തോന്നുന്നുണ്ടോ? ഓൾ പേഴ്സൺ. പി കെ ബഷീറിന് തോന്നിയാലും സണ്ണി ജോസഫിന് തോന്നില്ല. അപ്പോൾ അതൊക്കെ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല, പറയാൻ കുഴപ്പമില്ല, പക്ഷെ പ്രാവർത്തികമല്ല. അതേ ഒരു വിഷനായിട്ട് എന്താണ് രാഷ്ട്രീയം, അതൊക്കെ ശരിയാണ്, നല്ല ആശയമാണ്, പക്ഷെ അതൊക്കെ